ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 25 GK ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ ആയി ബന്ധപ്പെട്ടും ഒരു 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ്. 25 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ കാവേരി, ബി മഹാനദി, സി കൃഷ്ണ, ഡി ഗോദാവരി. ഏതാണ് ഇതിന്റെ ഉത്തരം? ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഗോദാവരിയാണ്. ഓപ്ഷൻ ഡി ഗോദാവരിയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ഡി ദേവേന്ദ്രനാഥ ടാഗോർ. ആരാണ് ജനഗണമന രചിച്ചത്? അതെ, ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയഗാനമായ ജനഗണമന രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. 1.25 കോടി മലയാളികൾ, ഏതാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ കെ രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി കമ്പളത്ത് ഗോവിന്ദൻ നായർ, ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ആരാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? അതെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം എ 1853, ബി 1857, സി 1852, ഡി 1858. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 1853 ആണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത്. 1853. അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഓപ്ഷൻ എ നെയ്വേലി, ബി ഡിഗ്ബോയ്, സി മുംബൈ ഹൈ, ഡി ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഓപ്ഷൻ ഡി ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത്. ജാറിയ. അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓപ്ഷൻ എ ജൂലൈ 14, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23, ഓപ്ഷൻ സി ഓഗസ്റ്റ് 5, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 17. ഏതാണ് ഈ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23 ആണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, AK ഗോപാലൻ, K കേളപ്പൻ. ഇതിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? അതെ, ഉത്തരം ഓപ്ഷൻ ബി TK മാധവനാണ്. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, കുമാര ഗുരുദേവൻ. ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദനാണ്. ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദനാണ് എന്ന് മനസ്സിലാക്കുക. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. ഏതാണ് കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? അതെ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള
പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ദേശീയ ജലപാത 1, ഓപ്ഷൻ ബി ദേശീയ ജലപാത 2, ഓപ്ഷൻ സി ദേശീയ ജലപാത 3, ഓപ്ഷൻ ഡി ദേശീയ ജലപാത 4. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. അടുത്ത ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ്, ഓക്കെ, വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ, അപ്പൊ ഇത് ഇങ്ങനെ ഇന്ത്യയാണെന്ന് കരുതുക. ഇത് ഗുജറാത്ത്, ഇത് അരുണാചൽ പ്രദേശ്, ഇത് നമ്മുടെ കാശ്മീര്, ഇത് തമിഴ്നാട്. അപ്പൊ ഇത് കിഴക്കാണ്, ഇത് എന്താണ് വടക്കാണ്, ഇത് തെക്കാണ്, ഇത് പടിഞ്ഞാറാണ്. അപ്പോൾ വടക്കു പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇതാണ്. വടക്കു പടിഞ്ഞാറ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ അതിർത്തി പങ്കിടുന്ന ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ്? ഇതിൽ അഫ്ഗാനിസ്ഥാൻ ആണ് അതിർത്തി പങ്കിടുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. ഓക്കെ, 12ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1929, 1921, 1919, 1942. ഇതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1919. 1919 ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ബി ദാദാഭായ് നവറോജി, സി ബാലഗംഗാധര തിലക്, ഡി വിപിൻ ചന്ദ്രപാൽ ആണ്. ആരാണ് ഇതിന്റെ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് എന്നാണ് ചോദ്യം. ആരാണ്? അതെ, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയാണ്. ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. അടുത്തത് സാരേ ജഹാംസെ അച്ച, അതുപോലെ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാര്? സാരേ ജഹാംസെ അച്ച, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാര്? അൽതാഫ് ഹുസൈൻ ഖാലി, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, ആരാണ് സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ഓപ്ഷൻ എ എം ഡി വത്സമ്മ, ഓപ്ഷൻ ബി പി ടി ഉഷ, ഓപ്ഷൻ സി ഷൈനി വിൽസൺ, ഓപ്ഷൻ ഡി അഞ്ജു ബോബി ജോർജ്. ആരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി പി ടി ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന പി ടി ഉഷ. അടുത്ത 16ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കടന്നാൽ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017, 2015, 2020, 2018. ഏതാണ് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? കൊച്ചി മെട്രോ 2017 നിലവിൽ വന്നത്. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. 17ാമത്തത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി? നെയ്യാർ, പാമ്പാർ, ചാലിയാർ, പെരിയാർ. ഏതാണ് ഇതിന്റെ ഉത്തരം? നമുക്കറിയാം 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഓക്കെ, 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ്. ഓക്കെ, കിഴക്കോട്ടൊഴുകുന്നതാണ് കബനി, ഭവാനി, അതുപോലെ പാമ്പാർ. ഈ 3 എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ രാകേഷ് ശർമ്മ, യൂറി ഗഗാറിൻ, കൽപ്പന ചൗള, സുനിത വില്യംസ്. ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. രാകേഷ് ശർമ്മ.
19ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, അയ്യങ്കാളി. ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അത് ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. ഓക്കെ. 20ാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെയാണ്, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? വർക്കല, അരുവിപ്പുറം, ആലുവ, വൈക്കം. ഏതാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഓപ്ഷൻ ബി അരുവിപ്പുറമാണ്. ഓപ്ഷൻ ബി അരുവിപ്പുറം. അടുത്ത 21ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്നാണ്. ചാന്നാർ കലാപം, പഴശ്ശി കലാപം, ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം. ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ്. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. അടുത്തത്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924, 1947, 1931, 1936. ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്നാണ്? ഏതാണ്? ഇവിടെ ഓപ്ഷനിൽ 1924 ആണ്. 1924. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? നിയമലംഘന സമരമുണ്ട്, നിസ്സഹകരണ സമരമുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്, റൗലറ്റ് സത്യാഗ്രഹ സമരമുണ്ട്. ഇതിലേതാണ് ഗാന്ധിജി നടത്തിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത 24ാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ്, വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ആനമുടിച്ചോല, സൈലന്റ് വാലി, പെരിയാർ, ഇരവികുളം. ഏതാണ് ഇതിന്റെ ഉത്തരം? അതായത് വരയാടുകളെ സംരക്ഷിക്കുന്ന എവിടെയാണ്? ഓപ്ഷൻ ഡി ഇരവികുളമാണ്. ഇരവികുളം ആണ് എന്ന് നമുക്കറിയാം. ഇരവികുളം വന്യജീവി സങ്കേതത്തിലെ ദേശീയ ഉദ്യാനത്തിലാണ്. 25ാമത്തെ ചോദ്യം എങ്ങനെയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ, പുന്നമടക്കായൽ. ഇതിലേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത്? അത് ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നലെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു 25 ചോദ്യങ്ങൾ നൽകിയിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ പലരും അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നടത്തിയ ഈ 25 ചോദ്യങ്ങളിൽ എത്ര പേർക്ക് എന്താണ് നല്ല രീതിയിലുള്ള സ്കോർ കിട്ടി നമുക്ക് അറിയണം. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ മാർക്കുകൾ കമന്റായി രേഖപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ. ഓരോ ദിവസവും നമുക്ക് കുറച്ചധികം ചോദ്യങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് ഒരു റിവിഷൻ പോലെയാകും നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഏതൊരു പരീക്ഷ ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരാനും വേണ്ടി സാധിക്കണം. ഓക്കെ. അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു 25 ചോദ്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ. അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.